നിങ്ങളുടെ എക്സ് ലവറുടെ പ്രൊഫൈൽ ഒന്ന് പോയി നിങ്ങളുടെ മനസ്സ് ഫോൺ കാണാൻ വേണ്ടി ഈ ഇന്നർ ഡിസിപ്ലിൻ എന്നുള്ളത് ഇല്ല എന്നുണ്ടെങ്കിൽ നമ്മൾ മെന്റലി വീക്ക് ആവും. ഇന്നർ ഡിസിപ്ലിൻ എന്നുള്ളതില്ല. അതായത് നിങ്ങൾ എഴുന്നേൽക്കുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈമിനല്ല, നിങ്ങൾ കിടക്കുന്നത് ഒരു ഫിക്സഡ് ആയിട്ടുള്ള ടൈമിനല്ല. നിങ്ങൾ എന്താണോ കടയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നിയ സാധനങ്ങൾ നിങ്ങൾ വാങ്ങി കഴിക്കും. അപ്പോഴത്തെ മൂഡിന് നിങ്ങൾ കടയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് അപ്പൊ തോന്നുകയാണ് ഓക്കെ ഇപ്പൊ കുറച്ച് കേക്ക് കഴിക്കുക. നിങ്ങൾ വൈകുന്നേരം കടയ്ക്ക് പോകുമ്പോൾ നിങ്ങൾക്ക് തോന്നുകയാണ് ഓക്കെ ഇപ്പൊ കുറച്ച് ചിക്കൻ മേടിച്ച് കഴിക്കുക. നിങ്ങളുടെ മൂഡിനനുസരിച്ചിട്ടുള്ള നിങ്ങളുടെ ഈ മനസ്സുണ്ടല്ലോ, ഈ മനസ്സ് പറയുന്നതിനനുസരിച്ചിട്ടുള്ള ഓരോ കാര്യങ്ങൾ നിങ്ങൾ ഇങ്ങനെ ചെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് എന്നുണ്ടെങ്കിൽ അത് നിങ്ങളുടെ ഇന്നർ ഡിസിപ്ലിനെ അഫക്ട് ചെയ്യും. എന്റെ മനസ്സ് എന്നോട് പല കാര്യങ്ങളും പറയും. അക്ഷയ്, നീ ഇപ്പൊ പോയിട്ട് ഇന്ന് നൈറ്റ് നീ പോയിട്ട് ഇത് കഴിക്കി എന്നുള്ളത് എന്റെ മനസ്സ് പറയും. ഞാൻ എന്റെ മനസ്സിനോട് അടങ്ങിയിരിക്കാൻ വേണ്ടി പറയും. അടങ്ങിയിരിക്കും, നീ പറയുന്നത് ഞാൻ കേൾക്കില്ല. നീ പറയുന്നതെല്ലാം കേൾക്കാനുള്ള ഒരു വ്യക്തിയല്ല ഞാൻ. മനസ്സ് എന്നുള്ള രീതിയിൽ നീ പല ചിന്തകളും എന്നിലേക്ക് കൊണ്ടുവരുന്നുണ്ടാവും. ഇങ്ങനെയാണ് ഞാൻ എൻ്റെ മനസ്സിനെ ട്രെയിൻ ചെയ്യുന്നത്. എൻ്റെ മനസ്സിൽ എന്താണ് ചിന്ത വരുന്നത് എന്നുള്ളത് ഞാൻ നോക്കും. അപ്പൊ എൻ്റെ മനസ്സ് ഉടനെ തന്നെ ആ ഫോൺ എടുക്കാൻ വേണ്ടി പറയും. ശരി, നീ അതൊക്കെ പറഞ്ഞോ, പക്ഷെ ഞാൻ അതൊന്നും ചെയ്യില്ല. മനസ്സിനോട് അനുസരണക്കേട് കാണിച്ചു തുടങ്ങണം. അപ്പൊ നമ്മളുടെ മനസ്സിനും മനസ്സിലാവും, ഓ പ്രവീൺ എന്നുള്ളത് നമ്മൾ പറയുന്ന എല്ലാ കാര്യങ്ങളും ചെയ്യുന്ന ഒരാളല്ല. ഇനി നമ്മൾ അവനെ കൊണ്ട് ഇങ്ങനെ റോങ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻ കൊടുത്തിട്ട് കാര്യമില്ല. നമ്മൾ ഇങ്ങനെ നമ്മളുടെ മനസ്സ് പറയുന്ന എത്രത്തോളം മനസ്സ് പറയാണ് ഓക്കെ ഇപ്പൊ തന്നെ ഫോൺ എടുത്ത് ഇൻസ്റ്റാഗ്രാം എടുക്ക്, നമ്മള് ആ ഒരു മനസ്സ് തന്ന ഇൻസ്ട്രക്ഷൻ എന്നുള്ളത് നമ്മൾ പാലിക്കുകയാണ്. ഇപ്പൊ ഈ ക്ലാസ്സിൽ കയറിയിരിക്കുമ്പോ ഒന്ന് മിനിമൈസ് ചെയ്ത് കട്ട് ചെയ്തിട്ട് നിന്റെ വേറെ കാര്യങ്ങൾ നോക്ക്. മനസ്സ് തരുന്ന ഇൻസ്ട്രക്ഷൻ ആണ്, പാലിക്കുകയാണ്. ഇപ്പൊ തന്നെ പോയിട്ട് ഒന്ന് സ്വീറ്റ്സ് മേടിക്കുക, ഒന്ന് ഷുഗറി ജ്യൂസ് എന്നുള്ളത് മേടിച്ചു കൊടുക്കി. മനസ്സ് തരുന്ന ഇൻസ്ട്രക്ഷൻ ആണ്. നിങ്ങളുടെ എക്സ് ലവറുടെ പ്രൊഫൈൽ ഒന്ന് പോയി ചെക്ക് ചെയ്യ്, ഇൻസ്ട്രക്ഷൻ ആണ്. ഞാൻ എന്താണെന്നറിയോ ചെയ്യാ, എൻ്റെ മനസ്സ് ഇങ്ങനെ ഓരോ ഇൻസ്ട്രക്ഷൻസ് എനിക്ക് തരുമ്പോഴും നീ എനിക്ക് ഇൻസ്ട്രക്ട് ചെയ്തോ, പക്ഷെ ഇതൊന്നും ഞാൻ ചെയ്യില്ല. നീ എന്നോട് പറഞ്ഞോ, പക്ഷെ നീ ചെയ്യില്ല, അടങ്ങിയിരിക്കുക എന്നുള്ള രീതിയിൽ പറഞ്ഞ് ഞാനും എൻ്റെ മനസ്സും സെപ്പറേറ്റ് ചെയ്യും. നിങ്ങൾ എന്നുള്ളത് നിങ്ങളുടെ മനസ്സാണ് എന്ന് വിചാരിക്കുന്നതാണ് നിങ്ങൾക്ക് തെറ്റുപറ്റുന്നത്. നമ്മളുടെ മനസ്സ് എന്നുള്ളത് നമ്മളെ കൊണ്ട് ഇതുപോലെ പല കാര്യങ്ങളും ചെയ്യാൻ വേണ്ടി പറയും. മനസ്സിനെ നമ്മൾ മെരുക്കി എടുത്ത് ട്രെയിൻ ചെയ്യണം. നീ ഇതൊക്കെ ചെയ്യാൻ വേണ്ടി പറഞ്ഞോ, പക്ഷെ ഞാൻ അതൊന്നും ചെയ്യില്ല. ഞാൻ ഇത് ഒരു കാര്യം ചെയ്യായിരുന്നു. എനിക്ക് മുമ്പ് പഴയൊരു ഓഫീസ് ഉണ്ടായിരുന്ന സമയത്ത് അവിടെ ഒരു ബേക്കറി ഉണ്ടായിരുന്നു. അതിന്റെ ഫ്രണ്ടിലൂടെ ഞാനിങ്ങനെ നടക്കും. ആ സ്വീറ്റ് ബോക്സിലേക്ക് ഞാനിങ്ങനെ നോക്കും. അപ്പൊ എൻ്റെ മനസ്സ് പറയും അതൊന്ന് മേടിക്കാന്നുള്ളത്. അടങ്ങിയിരിക്കി, നിനക്ക് ഞാനത് മേടിച്ചു തരില്ല. ഞാനായിട്ട് അതിന്റെ ഫ്രണ്ടിലൂടെ നടക്കും. എന്നിട്ട് എനിക്ക് ടെംപ്ടേഷൻ ക്രിയേറ്റ് ചെയ്യും. എന്നിട്ട് ഞാനായിട്ട് അതിനെ കൺട്രോൾ ചെയ്തിട്ട് ഇല്ല എന്നുള്ള രീതിയിൽ പറഞ്ഞ് തിരിച്ചു വരും. ഞാൻ ഇതുകൊണ്ടാണ് ചിക്കൻ കട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത്. എനിക്ക് ചിക്കൻ എന്നുള്ളത് അത്രയ്ക്ക് താല്പര്യമുള്ള ഒരു കാര്യമായിരുന്നു, കട്ടിങ്. ഇങ്ങനെ എനിക്ക് അത്രയ്ക്ക് പല വർഷങ്ങളായിട്ട് ഇങ്ങനെ ചിക്കനൊക്കെ കട്ട് ചെയ്യുന്നത് കൊണ്ടുള്ള വേറെ ഗുണങ്ങൾ എന്താണെന്നൊന്നും ഞാൻ പറയുന്നില്ല. പക്ഷെ ഇത് കാരണം എൻ്റെ മനസ്സിന് ലഭിച്ചൊരു കോൺഫിഡൻസ് അതെന്താണെന്നറിയോ, അക്ഷയ് എന്നുള്ളത് അത്രയും വർഷം ചിക്കൻ എന്നുള്ളതൊക്കെ അത്രയ്ക്ക് ഇഷ്ടപ്പെട്ട് കഴിച്ചുകൊണ്ടിരുന്ന ഒരുത്തനാ. അത് ഞാൻ പെട്ടെന്ന് ഒരു ദിവസം വേണ്ടാന്ന് വെക്കുകയാണ്. ഇല്ല, ഞാൻ ഇനി മുതൽ നിനക്കിത് തരുന്നില്ല, നീ എന്ത് തന്നെ പറഞ്ഞാലും ഞാൻ നിനക്ക് ചിക്കൻ തരാൻ പോകുന്നില്ല എന്നുള്ള ഒരു രീതിയിൽ പറയുമ്പോൾ നമ്മളുടെ മനസ്സിന്റെ ഒരു നിയന്ത്രണം എന്നുള്ളത് ഞാൻ ഏറ്റെടുക്കുകയാണ്. എൻ്റെ മനസ്സിപ്പോഴും പറയുന്നുണ്ട് പല ഫിഷ് ഐറ്റംസ് ട്രൈ ചെയ്യാൻ. നോ, കടിഞ്ഞാണ് ഞാൻ പിടിച്ചിരിക്കുകയാണ്. നിങ്ങളുടെ മനസ്സ് ഫോൺ കാണാൻ വേണ്ടി പറയുന്നുണ്ട്, നിങ്ങളുടെ മനസ്സ് മാസ്റ്റർബേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നുണ്ട്. അതൊന്നും നിങ്ങൾ കേൾക്കണം എന്നുള്ളതില്ല. മനസ്സിനോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ള ഒരു കാര്യം ശീലിക്കുക. മനസ്സിനോട് അനുസരണക്കേട് കാണിക്കുക എന്നുള്ള ഒരു കാര്യം ശീലിക്കുക. മനസ്സ് പറയുന്ന എല്ലാം ചെയ്തുകൊണ്ടിരിക്കരുത്. എൻ്റെ മനസ്സിപ്പോ പറയുന്നത് ഇങ്ങനെയുള്ള ലൈവ് സെഷൻ ഒന്നും കണ്ടക്ട് ചെയ്യണ്ട, പോയി കിടന്ന് ഉറങ്ങടാന്നാണ്. അല്ലേ? ഇത് നോക്ക് ബ്രോ, രാത്രി 10 മണിക്ക് ഇങ്ങനെയുള്ള എൻ്റെ തൊണ്ടയിൽ ശബ്ദമൊക്കെ എടുത്ത്
അടങ്ങിയിരുന്നോ എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ട് ഞാൻ അടക്കുകയാണ് ചെയ്യുന്നത് എന്റെ മനസ്സിനെ. നമ്മളുടെ ബുദ്ധിയും അല്ലെങ്കിൽ നമ്മളുടെ ഹയർ സെൽഫും ലോവർ സെൽഫും പറയുന്നതാണ്. എന്റെ ഹയർ സെൽഫ് ആണ് ഇപ്പൊ എന്നോട് പറയുന്നത്, നീ എന്തെങ്കിലും ഒരു ക്ലാസ് കൊടുത്തിട്ട് പോണ്ട, ഇവർക്ക് വ്യക്തമായിട്ട് 4 പേർക്ക് ഉപകാരപ്പെടുന്ന ക്ലാസ് കൊടുക്കാനായിട്ട് എന്റെ ഹയർ സെൽഫാണ് എന്നോട് പറയുന്നത്. എന്റെ ലോവർ സെൽഫാണ് പറയുന്നത് ഒരു 20 മിനിറ്റ് എന്തെങ്കിലും ക്ലാസ് കൊടുത്തിട്ട് ഇന്നത്തെ ക്ലാസ് കൺക്ലൂഡ് ചെയ്തല്ലോ. പക്ഷെ ഞാൻ എന്റെ ഹയർ സെൽഫിന്റെ ആ ഒരു ശബ്ദത്തിന്റെ തീവ്രതയെ കൂട്ടുന്നതിനുള്ള പ്രാക്ടീസുകൾ എന്നുള്ളത് ഞാൻ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുന്നുണ്ട്. എന്റെ ലോവർ സെൽഫ് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ കേൾക്കില്ല എന്നുള്ള ഒരു ഐഡന്റിറ്റി ഞാൻ എന്നിൽ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്റെ ഉള്ളിൽ ഇങ്ങനെ ലോവർ സെൽഫ് സംസാരിക്കുന്നുണ്ടാവും, പക്ഷെ അതിനേക്കാളും ഉയർന്ന ശബ്ദമായിരിക്കും എന്റെ ഹയർ സെൽഫ് സംസാരിക്കുന്നുണ്ടാവുക. നമ്മൾ ലോവർ സെൽഫിന് കൂടുതൽ ആഹാരം കൊടുക്കുമ്പോൾ അല്ലെങ്കിൽ അത് പറയുന്നത് നമ്മൾ ആ ഇൻസ്ട്രക്ഷൻസ് കേൾക്കുന്ന സമയത്താണ് അതിന് പവർ കൂടുന്നത്. മനസ്സിലാവുന്നുണ്ടോ ബ്രോ? നമ്മൾ ഇതിനോട് അനുസരണക്കേട് കാണിക്കെ നമ്മളുടെ ഹയർ സെൽഫിന്റെ പവർ എന്നുള്ളത് കൂടും. ഇപ്പൊ ഞാൻ അടുത്ത 3 മാസത്തേക്ക് കാർ ഉപയോഗിക്കില്ല. എന്റെ മനസ്സ് പറയുന്നുണ്ട് കാർ എടുത്തിട്ട് പുറത്തു പോകാനായിട്ട്. ഞാൻ എന്റെ മനസ്സിനോട് കാണിക്കുന്ന അനുസരണക്കേടാണ് ഇത്. എന്റെ മനസ്സ് പറയുന്നുണ്ട് ഷുഗർ യൂസ് ചെയ്യാൻ, ഞാൻ കട്ട് ചെയ്യാണ്. അനുസരണക്കേടാണ് മനസ്സിനോട് ചെയ്യുന്നത്. 6 മാസത്തേക്ക് വീണ്ടും ഡിവോഷണൽ ആയിട്ട് റിലീജിയസ് ആയിട്ട് ശബരിമലയ്ക്ക് മാല എന്നുള്ള രീതിയിൽ പറഞ്ഞിട്ടിട്ടുണ്ട്. എന്റെ മനസ്സ് പറയുന്ന മനസ്സിന്റെ ഫാന്റസിക്കൽ ആയിട്ടുള്ള പല കാര്യങ്ങളോടും ഞാൻ ആ ഒരു നിയന്ത്രണം എന്നുള്ളത് ഏറ്റെടുക്കുകയാണ് വീണ്ടും. അപ്പോ നമ്മളുടെ ലോവർ സെൽഫിനോട് നമ്മളുടെ ഉള്ളിൽ തന്നെ 2 സെൽഫ് ഉണ്ട്. നമുക്കിങ്ങനെ നിങ്ങൾക്ക് മനസ്സിലാവുന്ന രീതിയിൽ സിമ്പിൾ ആയിട്ട് പറഞ്ഞുതരാം. ചാത്തനും ദൈവവും. ഈ ബ്രഹ്മയുഗം എന്നുള്ള സിനിമയൊക്കെ നിങ്ങൾ കണ്ടിട്ടില്ലേ? അതില് ഈ ചാത്തന്റെ രൂപം എന്നുള്ളതൊന്ന് മനസ്സിൽ കാണുക. നമ്മളുടെ ഉള്ളിൽ നിന്ന് തന്നെ ഈ ചാത്തനും സംസാരിക്കും, ദൈവവും സംസാരിക്കും. നമ്മൾ ദൈവത്തിന്റെ ശബ്ദം നമ്മൾ മെഡിറ്റേറ്റ് ചെയ്യുക, നിസ്കരിക്കുക എന്നുള്ള രീതിയിലൊക്കെ നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് ചെയ്യുമ്പോൾ ഈ ദൈവത്തിന്റെ ശബ്ദം എന്നുള്ളത് കൂടിക്കൊണ്ടിരിക്കും. ഇതിനൊക്കെയാണ് നമ്മൾ പ്രോപ്പറായിട്ട് നിസ്കരിക്കുന്നത്, പ്രോപ്പറായിട്ട് അമ്പലത്തിൽ പോകുന്നത്, മെഡിറ്റേറ്റ് ചെയ്യുന്നത്. ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ടാണ്. നമ്മളുള്ളത് ഞാൻ എന്തുകൊണ്ടാണെന്നറിയോ? നിങ്ങളുടെ റൂമൊക്കെ ഒന്ന് ക്ലിയർ ആക്കി വെക്കാൻ വേണ്ടി പറയുന്നത്. നിങ്ങളുടെ റൂം ഉള്ളത് ഭയങ്കര മുഷിഞ്ഞ രീതിയിലും മറ്റുമൊക്കെ ആണെന്നുണ്ടെങ്കിൽ അവിടെ ആയിരിക്കും ഈ ചാത്തൻ ആക്ടിവേറ്റ് ആവുന്നുണ്ടാവുക. ഇവിടെ ഈ ലൈവ് സെഷനിൽ നിങ്ങൾ നിൽക്കുന്ന സമയത്ത് നിങ്ങളുടെ ഹയർ സെൽഫ് ആയിരിക്കും ആക്ടിവേറ്റ് ആയിട്ട് നിൽക്കുന്നുണ്ടാവുക. ഇതിനാണ് നിങ്ങളുടെ എൻവിറോൺമെന്റ് എന്നുള്ളത് നിങ്ങളുടെ ഹയർ സെൽഫ് ആക്റ്റീവ് ആവുന്ന രീതിയിൽ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി പറയുന്നത്. അപ്പൊ അതിന് പ്രോപ്പർ ആയിട്ടുള്ള ട്രെയിനിങ് എന്നുള്ളത് റെഗുലർ ആയിട്ട് കൊടുക്കണം. ഇന്ന് നിങ്ങൾ മെന്റലി ഡിസ്ട്രാക്റ്റഡ് ആവുന്നുണ്ട്, ചെറിയ കാര്യങ്ങൾക്കൊക്കെ നിങ്ങൾ ഹേർട്ട് ആവുന്നുണ്ട് എന്നുണ്ടെങ്കിൽ ബ്രോ, ഞാൻ പേഴ്സണലി പറയാണ്, നിങ്ങൾക്ക് കുറെ പ്രശ്നം ഉള്ളത് കൊണ്ടല്ല ബ്രോ, നിങ്ങളുടെ മൈൻഡിന് പ്രോപ്പർ ആയിട്ട് കിട്ടേണ്ട ട്രെയിനിങ് കിട്ടാത്തത് കൊണ്ടാണ്. അതൊന്ന് പ്രോപ്പർ ആയിട്ട് ബ്രോ സെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കാര്യങ്ങളൊക്കെ അടിപൊളിയാവും. ഹായ് ബ്രോ, ഇപ്പൊ നിങ്ങൾ കണ്ട ഈ ഒരു വീഡിയോ എന്നുള്ളത് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് നൽകി വരുന്ന ട്രെയിനിങ്ങിന്റെ ഒരു ചെറിയ ഭാഗം മാത്രമാണ്. ഇതുപോലത്തെ ഇൻഡെപ്ത് സെഷൻസ് നമ്മളുടെ നോഫാബ് കമ്മ്യൂണിറ്റിക്കകത്ത് ഞാൻ റെഗുലർ ആയിട്ട് തന്നെ നൽകി വരുന്നുണ്ട്. നിങ്ങൾ സ്വന്തമായിട്ട് എന്ത് തന്നെ പരിശ്രമിച്ചിട്ടും ഈ ഒരു ചലഞ്ചിൽ നിങ്ങൾക്ക് സക്സസ്ഫുൾ ആവാനായിട്ട് പറ്റുന്നില്ല, നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ്, ഫോക്കസ് റീബിൽഡ് ചെയ്യാനായിട്ട് പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്കും ഈ കമ്മ്യൂണിറ്റിയിൽ ജോയിൻ ചെയ്യാം. ഒരു ട്രാൻസ്ഫോർമേഷൻ എന്നുള്ളത് എനിക്ക് സീരിയസ് ആയിട്ട് വേണം എന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ ഫോക്കസ്, കൺസിസ്റ്റൻസി, ഡിസിപ്ലിൻ എന്നുള്ള കാര്യങ്ങളെ റീബിൽഡ് ചെയ്യുന്ന കാര്യത്തിൽ നിങ്ങൾ അത്രയും സീരിയസ് ആണെങ്കിൽ മാത്രം ഡിസ്ക്രിപ്ഷനിലും പിൻ കമന്റിലും ആയിട്ട് നമ്മളുടെ കോൺടാക്ട് ഡീറ്റെയിൽസ് നൽകുന്നുണ്ട്. നമുക്ക് മെസ്സേജ് ചെയ്തേക്കുക.